നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്താണ്? എൻ്റെ ആദ്യത്തെ ഓർമ്മ 2.5 വയസ്സുള്ളപ്പോഴത്തെ ഒരു ദിവസമാണ്. ഒരു മഴക്കാലത്തൊരു വൈകുന്നേരം കുടിച്ചിട്ട് വന്നിട്ട് പപ്പ വന്ന് മമ്മിയോട് വഴക്കുണ്ടാക്കുന്നു. 2.5 വയസ്സുള്ള ഞാനും 1 വയസ്സുള്ള അനിയനും മമ്മിയുടെ കാലെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു. പിടിച്ച് തള്ളിയപ്പം മുറ്റത്തെ ചെളി മമ്മിയുടെ കാലെ പറ്റി. ഒന്നും മിണ്ടാതെ മഴവെള്ളം നിറഞ്ഞു നിന്ന ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് മമ്മി ആ കാല് കഴുകുന്നു. വളരെ വ്യക്തമായ എൻ്റെ രണ്ടാമത്തെ ഓർമ്മ. എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ മമ്മി എൻ്റെ രണ്ടാമത്തെ അനിയനെ പ്രസവിച്ച് മമ്മിയുടെ വീട്ടിൽ കിടക്കുവാണ്. എന്നെ LKG ചേർത്തോട്ട് തറവാട്ടിൽ ഞാൻ പപ്പായുടെ കൂടെ. രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അമ്മച്ചി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് ബാഗിനകത്ത് വയ്ക്കുന്നു. പപ്പായുടെ അനിയൻ ജോസങ്ങൾ എന്നെ യൂണിഫോം ഒക്കെ ഇടിയിച്ച് എൻ്റെ കഴുത്തിലെ ആ ബോ കറക്റ്റായിട്ട് വെക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത് അപ്പൻ അരപ്ലേസിൻ്റെ അടുത്ത് ഒരു കസേര ഇട്ടിരുന്ന് സാധാരണ പോലെ പത്രം വായിച്ചിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ മമ്മി ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നു എന്നതുകൊണ്ട് പപ്പായുടെ റൂട്ടീനിൽ ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ച് ഭക്ഷണം കഴിച്ച് കുളിച്ചൊരുങ്ങി റെഡിയായി ബാങ്കിൽ പോകുന്നു. ഇനി ആ സെയിം പ്രായത്തിലുള്ള എൻ്റെ മൂന്നാമത്തെ ഓർമ്മ. സാധാരണ സ്കൂളിൽ പോകാൻ ഒരു മടിയും വാശിയും കാണിക്കാത്ത ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ സ്കൂളിൽ പോകത്തില്ലെന്ന് വാശി പിടിച്ചിരുന്നു. സ്കൂൾ ബസ് വന്നപ്പോൾ ഞാനത് കയറിയില്ല. ഉറക്കെ പറഞ്ഞ് ഞാൻ കരയുന്നുണ്ട്. ഞങ്ങളെ നോക്കുന്ന ആയ കൊച്ചുറാണി ചേച്ചി എന്നെ എല്ലാ ദിവസവും ഭയങ്കര അടിക്കുകയും ഞുള്ളിപ്പറിക്കുകയും ചെയ്യുവാണ്. എനിക്ക് കൊച്ചുറാണി ചേച്ചിയെ പേടിയാണ്. ഞാൻ പോവുകയില്ലെന്നും പറഞ്ഞാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പം സ്കൂളിൽ കൊണ്ടുവിടേണ്ട അവസ്ഥ വന്നു. അപ്പനൊന്നും വണ്ടിയൊന്നുമില്ല, ഒരു സൈക്കിളാണ്. അതിലും ഞാൻ ഇരിക്കത്തില്ലാത്തതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ അന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച വെച്ച് അടിച്ചോടിച്ചു. ഞാൻ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും കൈ കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയോ പള്ളയോ ഒക്കെ പറിച്ച് എൻ്റെ കുഞ്ഞു കാലിനിട്ട് അത് ഒടിവോളം അടിക്കും. അങ്ങനെ 3.25 വയസ്സിൽ 2 കിലോമീറ്റർ ദൂരം തലലെ വപ്പയെന്നും പറഞ്ഞ് കാറി കരഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. പിന്നെ എന്നെ ആരൊക്കെ ദ്രോഹിച്ചാലും ഞാൻ വീട്ടിൽ പോയി പരാതി പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മ, അല്ലെങ്കിൽ നമ്മുടെ അപ്പനെയും അമ്മേൻ്റെയും മുഖം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഓർമ്മ, ഇതൊന്നും ആവരുതെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും മാത്തനുണ്ടായപ്പം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 8 മാസം മുതൽ 12 മാസം വരെ 4 മാസം എനിക്ക് നാട്ടിൽ കൊണ്ടുപോയി അവനെ ഒറ്റയ്ക്ക് നിർത്തേണ്ടി വന്നു. പക്ഷെ അത്രയും ചെറുപ്രായത്തിൽ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മകൾ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 വയസ്സിൽ കുഞ്ഞിനെ പോയി തിരിച്ചു കൊണ്ടുപോയ ശേഷം വീണ്ടും ഞങ്ങൾ ഹോളിഡേയ്സിന് പോകുന്നത് 1.25 വയസ്സിൽ അനിയൻ്റെ കല്യാണത്തിനാണ്. ഒന്ന് വീട്ടിൽ ചെന്ന ആദ്യത്തെ കുറേ ദിവസങ്ങൾ അവൻ എന്നെ അള്ളി പിടിച്ചിരുന്നു. അവൻ്റെ അടുത്തുനിന്ന് മാറാൻ സമ്മതിക്കത്തില്ല, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല. കൊച്ചിലെ അവൻ അട്ടേനെ കാണുമ്പോൾ അട്ടാന്ന് പറഞ്ഞ് ഓടുമായിരുന്നു. പിന്നെ അത്രയും നാളുകൾക്ക് ശേഷം മുറ്റത്ത് അട്ടേനെ കണ്ടപ്പോൾ അതുപോലെ തന്നെ അവൻ അട്ടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി. അതിനിടയ്ക്ക് അവൻ ഇവിടെ അട്ടേനെ കണ്ടിട്ടില്ല, അട്ടാന്നൊരു വാക്ക് ആരും മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം അവന് വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ പോയത് അവന് 4.25 വയസ്സുള്ളപ്പം. ബാഗ് പാക്ക് ചെയ്യാൻ നേരത്ത് അവൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, അപ്പായും അമ്മയും മീനൂട്ടിയും കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. എൻ്റെ കൊച്ചിന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രോമാറ്റിക് മെമ്മറി കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള കുറ്റബോധം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസും മൊമെൻറ്റ്സും എൻ്റെ കുഞ്ഞിന് സമ്മാനിക്കാനാണ് ഞങ്ങൾ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ മരിച്ചുപോയ നമ്മുടെ ഓർമ്മകൾ ഈ ഭൂമിയിൽ എത്ര നാളുണ്ടാവും? വ്യക്തമായ ഓർമ്മകളുള്ളത് നമ്മുടെ മക്കൾക്ക്, കൂടെ താമസിക്കുന്നവരാണെങ്കിൽ കൊച്ചുമക്കൾക്കും. അപ്പം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് പറയാനും ഓർക്കാനും ഒക്കെ ഒരുപാട് നല്ല മെമ്മറീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഏറ്റവും മോശമായ ഓർമ്മയും ഏറ്റവും സന്തോഷമുള്ള ഓർമ്മയും എത്ര കൊച്ചിലെയായാലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അത് റിവേഴ്സ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുമല്ലേ. താങ്ക് യു.